നമസ്കാരം. തൊഴിലവസര വാർത്തകൾ. കേരളത്തിൽ പുതുതായി ബ്രാഞ്ചുകൾ തുടങ്ങുന്ന മൾട്ടിനാഷണൽ കമ്പനിയായ ഗ്ലോബൽ ഇന്റർനാഷണലിലേക്ക് ഫീൽഡ് റെപ്രസെന്റേറ്റീവ്മാരെ ആവശ്യമുണ്ട്. വെള്ളം കോരി കോരി ബാക്കിയുള്ളവരെ നടു ഒടിഞ്ഞു ഒന്നും അറിയണ്ടല്ലോ. പരീക്ഷ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് കോട്ടും സൂട്ടും ഇട്ട് നടന്നാ മതിയല്ലോ. ഇതിനെയൊക്കെ തേറ്റി പോറ്റുന്നതിന് പകരം 4 തെങ്ങ് വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ കൊലച്ച് തേങ്ങയെങ്കിലും കിട്ടുമായിരുന്നു. ₹10 സമ്പാദ്യമില്ലാത്ത ആൺതരി എങ്ങനെയാ നന്നാവുക? കഴുത്തോളം കടം വന്ന് മൂടിയപ്പോ ബാക്കിയുള്ളവരെ ഒറ്റയ്ക്കാക്കിയിട്ട് മാവിൻകൊമ്പില് കെട്ടിത്തൂങ്ങിയ തന്തേന്റെ വിത്തല്ലേ നാശം. മുടിക്കുന്ന കാര്യത്തിൽ ഏട്ടന്റെ തനി രൂപത്തിലുള്ള അനിയത്തി പാലടുപ്പത്ത് വെച്ച് എന്തോലക്കാടി നീ ആലോചിക്കുന്നേ? നിന്നെ കെട്ടാനൊന്നും ഈ ദാരിദ്ര്യത്തിലേക്ക് ഒരുത്തനും വരൂല്ല. അതൊന്നും ആലോചിച്ചേ എന്റെ മോള് തല പുണ്ണാക്കട്ട. ബാക്കിയുള്ളവര് നടുവൊടിച്ച് എല്ല് വെള്ളമാക്കി പണിയെടുത്ത് കിട്ടുന്ന കാശ. പണത്തിന്റെ വിലയറിയാത്ത മുടിഞ്ഞ വിത്തുകള്. ഏട്ടാ ചായ. ലേറ്റായി. അല്ല ഏട്ടനൊന്നും കഴിച്ചില്ല? വേണ്ട. ഇവിടെ നിന്നും പറ്റൂലല്ലോ. ഹോട്ടലിൽ നിന്നും കഴിച്ച് കാശ് മുടിക്കാന്ന് കരുതിയിട്ടുണ്ടാവും. വഴിയില് വല്ല വണ്ടിക്കും തലവെച്ചോളാം ഞാൻ. ഒരാളുടെ ഭാരമെങ്കിലും കുറഞ്ഞിട്ടില്ല അമ്മയ്ക്ക്. ഇതെങ്ങോട്ടാ? മട്ടും ഭാവം കണ്ടിട്ട് ഇന്നും ഒരു ഇന്റർവ്യൂ നാടകം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഈഗോ ഇല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് വരെ ഞാൻ കൊണ്ടുവിടാം. ഒരു 3 രൂപ ലാഭിക്കും. വരുന്നോ? ആ ലാഭം വേണ്ട. വേണ്ടെങ്കി വേണ്ട. മുഖം കണ്ടിട്ട് അമ്മയായിട്ട് വഴക്കൂടി ലക്ഷണമുണ്ടല്ലോ. എന്താ ശരിയല്ലേ? മടുത്തുറിയ വല്ല വണ്ടിക്കും ചാടി ചത്താലെന്ന് പോലും തോന്നിപ്പോവാറുണ്ട്. ആരുടെയും പ്രതീക്ഷകൾ സ്വപ്നമാക്കാതെ പോയൊരു ജന്മം. മരണം തന്നെയാന്നല്ലത്. ഏയ് അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മളൊക്കെ ഇവിടെ ഇല്ലേ? പണ്ടൊരിക്കൽ ആത്മഹത്യ ചെയ്യാൻ പോയൊരു ചെറുപ്പക്കാരനെ ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു പഴയ കഥയില്ലേ? പ്രകാശം പരത്തുന്ന പെൺകുട്ടി. താൻ ആരോടും പറയില്ലെങ്കിൽ ആ രഹസ്യം ഞാൻ പറയാം. തന്റെ കാര്യത്തിൽ ആ കഥാപാത്രം ഞാനാ. യെസ്, ഇറ്റ്സ് മീ. അപ്പൊ ഇന്റർവ്യൂ ഗംഭീരാവട്ടെ. ഓക്കെ, ബൈ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കിരൺ കെ, ഗുഡ് മോർണിംഗ് സർ. Morning. Please be seated, young man. താങ്ക് യു സർ.
പ്ലീസ്. മൈ സർട്ടിഫിക്കറ്റ്സ്. ഗുഡ്, ബ്രില്യന്റ് അക്കാഡമിക് റെക്കോർഡ്സ്. ബി ഫ്രാങ്ക്, ഈ കമ്പനിയിൽ ജോലി കിട്ടുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിപ്പോ പറയൂ. സത്യം പറഞ്ഞ ഒരു പ്രതീക്ഷയില്ല സർ. കാരണം ഇതെന്റെ 98ാമത്തെ ഇന്റർവ്യൂ ആണ് സർ. ഇപ്പൊ പാർട്ട് ടൈം സ്വീപ്പറുടെ ജോലിക്ക് പോലും റെക്കമെൻഡേഷൻ മന്ത്രിതലത്തിലാണല്ലോ. അപ്പൊ പിന്നെ സാറിപ്പോ പറഞ്ഞ ഈ ബ്രില്യന്റ് അക്കാഡമിക് റെക്കോർഡ്സിനൊക്കെ എന്താ വില? അതുകൊണ്ട് തന്നെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ചുളുവിനൊരു ജോലി അടിച്ചെടുക്കാന്നുള്ള ഒരു മോഹം എനിക്കില്ല സർ. ഐ അപ്രീഷിയേറ്റ് യുവർ ഫ്രാങ്ക്നെസ്. സോ യു ആർ സെലക്ടഡ്, യങ് മാൻ. താങ്ക് യു സർ. എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. കിരൺ, യാതൊരു റെക്കമെൻഡേഷനും ഞങ്ങൾ സ്വീകരിക്കാറില്ല. ഓൺലി മെറിറ്റ്. ബട്ട് എന്താ സർ? ഇരിക്കൂ. കമ്പനിക്ക് ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. എന്താ സർ അത്? എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാ. കിരൺ, ഈ ജോലി നൽകിയ കമ്പനിക്ക് പകരമായി വേണ്ടത് നിങ്ങളെ തന്നെയാണ്, നിങ്ങളുടെ ജീവിതം തന്നെയാണ്. എനിക്ക് മനസ്സിലായില്ല സർ. കിരൺ, ഈ കോൺട്രാക്റ്റിൽ ഒപ്പിടുന്ന ആളെ മാത്രമേ ഞങ്ങൾ ജോലിക്കായി നിയമിക്കുകയുള്ളൂ. കരാറിലെ വ്യവസ്ഥകൾ വളരെ ലളിതമാണ്. ഈ ജോലിയിൽ താങ്കളെ നിയമിക്കുന്ന പക്ഷം താങ്കളുടെ സേവനം 24 മണിക്കൂറും 5 വർഷത്തേക്ക് കമ്പനിക്ക് മാത്രമായിരിക്കും. അവധി ദിനത്തിൽ പോലും കമ്പനി യൂണിഫോം അഴിച്ചു വയ്ക്കാൻ അനുവദിക്കുന്നതല്ല. താങ്കൾ എപ്പോഴും കമ്പനിയുടെ നിരീക്ഷണത്തിലായിരിക്കും. ദാറ്റ് മീൻസ് യു വിൽ ഹാവ് നോ പേഴ്സണൽ ലൈഫ്. ഇതിനെയൊക്കെ തേറ്റി പൊറ്റുന്നതിന് പകരം 4 തെങ്ങ് വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ കൊലച്ച് തേങ്ങയെങ്കിലും കിട്ടുമായിരുന്നു. ഓ, മുടിക്കുന്ന കാര്യത്തിൽ ഏട്ടന്റെ തനി രൂപത്തിലുള്ള ഒരു അനിയത്തി പാലടുപ്പത്ത് വെച്ച് എന്തോ ഒലക്കാടി നീ ആലോചിക്കുന്നേ. മട്ടും ഭാവം കണ്ടിട്ട് ഇന്നും ഒരു ഇന്റർവ്യൂ നാടകം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. എന്തു പറയുന്നു? എനിക്ക് സമ്മതമാണ് സാർ. ഞാൻ ഒപ്പിടാം. വായിച്ചു നോക്കിക്കോളൂ. ഒപ്പിട്ടാൽ പിന്നീട് ഒരിക്കലും വ്യക്തിജീവിതം തിരിച്ചു കിട്ടില്ല. എനിക്കതൊന്നും വേണ്ട സാർ. ശമ്പളം മാത്രം മതി. ഓക്കെ, ഇന്ന് 23-ാം തീയതി. അടുത്ത മാസം 1-ാം തീയതി ജോയിൻ ചെയ്യാം. അതിനിടയിലുള്ള ഈ 7 ദിവസം ശരിക്കും ആഘോഷിക്കൂ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ജോലി കിട്ടിയതിന്റെ സന്തോഷത്തിൽ വട്ടായ ഒരാളെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ കാണുന്നത്. എനിക്ക് ഭ്രാന്ത, ജീവിതത്തെ വാരി പുണരാനുള്ള ഭ്രാന്ത്. ഇനി 6 ദിവസം കൂടിയല്ലേ ഉള്ളൂ. 6 ദിവസോ? അത് കഴിഞ്ഞ കമ്പനിയായിട്ടുള്ള കോൺട്രാക്ട് പ്രകാരം ഈ 6 ദിവസത്തോടെ എൻ്റെ വ്യക്തിജീവിതം അവസാനിക്കുക. 1-ാം തീയതി ജോലിക്ക് ചേരുന്നതോടെ കമ്പനിയുടെ നിരീക്ഷണത്തിൽ, കമ്പനിയുടെ വസ്ത്രങ്ങൾ ധരിച്ച് പുതിയ ജീവിതം തുടങ്ങുകയാണ്. ആ കോൺട്രാക്റ്റിൽ പേഴ്സണൽ ഫില്ലർ ചെയ്യാം. അപ്പൊ നമുക്കൊരിക്കലും പഴയതുപോലെ എങ്കിലും വേണ്ട കിരൺ, നമുക്ക് ഈ ജോലി വേണ്ട. വീടെന്ന നരകത്തുനിന്നൊരു മോചനം, ആത്മഹത്യകൾ നല്ലൊരു മാർഗം. അതാ എനിക്ക് ജോലി. പ്ലീസ്, അത് വേണ്ടെന്ന് വെക്കാൻ എന്നോട് പറയരുത് റിയ. ഓക്കെ, അപ്പൊ ഈ 6 ദിവസങ്ങളിൽ നമുക്ക് ജീവിക്കാൻ കിരൺ. കമോൺ, വാ വാ, നടക്ക് നടക്ക് അങ്ങോട്ട്.
മീറ്റ് ദ യങ്സ്റ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കേരളത്തിൽ പ്രവർത്തിക്കാൻ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് സർക്കാർ അനുമതി നൽകിയ സാഹചര്യത്തിൽ നിരവധി മൾട്ടിനാഷണൽ കമ്പനികൾ ഇവിടെ ബ്രാഞ്ചുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപഭോക്തൃ സംസ്ഥാനമായ കേരളം കടുത്ത മത്സരത്തിനൊരുങ്ങിക്കഴിഞ്ഞു. വളരെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് പരസ്യങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നാടെങ്ങും 10,000-കണക്കിന് റെപ്രസെന്റേറ്റീവുമാരെ ബൈക്കിൽ ഇറക്കിയിരിക്കുകയാണ് ഗ്ലോബൽ ഇന്റർനാഷണൽ കമ്പനി. മുഴുവൻ സമയവും കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്ന വിചിത്രമായ കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ് ഈ ചെറുപ്പക്കാർ. മിസ്റ്റർ കിരൺ, 24 മണിക്കൂറും കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മടുപ്പ് തോന്നില്ലേ? ഒരു ജോലിയില്ലാതെ തെണ്ടി കിടന്നപ്പോഴുണ്ടായിരുന്ന മടുപ്പൊന്നും ഇപ്പോഴില്ല സുഹൃത്തെ. ഓക്കെ. മിസ്റ്റർ സതീഷ്, വിവാഹിതനായ താങ്കൾക്ക് ഈ ജോലി കാരണം കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നിരിക്കുകയല്ലേ, എന്ത് തോന്നുന്നു? എന്തോന്ന് കുടുംബജീവിതം സാറേ? കാശുണ്ടോ കുടുംബവും ഉണ്ട്, കാശില്ലെങ്കിൽ കുടുംബവും ഇല്ല. ഇതിപ്പോ കാശ് ഇഷ്ടം പോലെ കിട്ടുന്നോണ്ട് ഭാര്യ ഹാപ്പി, മക്കൾ ഹാപ്പി. നമ്മൾ ചെന്നില്ലേലും കാശുണ്ടോ കാര്യങ്ങൾ നടന്നോളൂ. ഏത് ചെറിയ തൊഴിൽ പ്രശ്നവും മോദി വിയർപ്പിച്ച് സമരങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ തൊഴിൽ സംഘടനകളൊന്നും മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന ഈ യുവാക്കളുടെ പ്രശ്നങ്ങൾ കാണാതെ പോകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യവുമായി മീറ്റ് ദ യങ്സ്റ്റേഴ്സ് ഇവിടെ അവസാനിക്കുന്നു. ബൈ. മീശ മുളയ്ക്കാത്തവനെല്ലാം ഭാര്യയിരുന്ന് മദ്യപിക്കുക. ഗ്ലോബൽ ഇന്റർനാഷണൽ കമ്പനി. താനെന്താണ് നോക്കി പഠിപ്പിക്കുക? തനിക്കറിയോ ഞാൻ ആരാണെന്ന്? വായിക്കുക. മിസ്റ്റർ KK അയ്യർ, ബിസിനസ് എക്സിക്യൂട്ടീവ്. ഒന്നല്ല 18 കമ്പനികളിൽ, അതായത് താനിപ്പോ കെട്ടുന്ന ഈ നായ്ക്കോലം 18 കമ്പനിക്ക് വേണ്ടി കെട്ടി കുരച്ച് ശബ്ദം പോയ ഒരു പാവം വയസ്സനാണോ. ആ കമ്പനികളൊക്കെ എന്നെ പോലുള്ളവരുടെ വിയർപ്പിൽ മനമുട്ട വളർന്നു. ഒടുക്കം ഒരു ഹാൻഡ് ഷേക്ക്. സോറി മിസ്റ്റർ KK അയ്യർ, യു ആർ റിലീവ്ഡ് ഫ്രം ദി ഡ്യൂട്ടീസ് ഓഫ് ദി കമ്പനി. കുറ്റം എന്താ? കമ്പനി വളർത്തി. കമ്പനി വളർന്നാ പിന്നെ എന്തോന്ന് എക്സിക്യൂട്ടീവ്. ഒടുക്കം ഒരു കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞ് കളഞ്ഞപ്പോ സ്വന്തം കുഞ്ഞിനെ പോലെ ഒക്കത്ത് വെച്ച് കൂടെ കൊണ്ടു നടന്ന കമ്പനി ബാഗ് തിരിച്ചേൽപ്പിക്കേണ്ടി വന്നപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. ഒന്നല്ല 18 പ്രാവശ്യം. എന്റെ മോനെ, നിന്റെയും വിധി അത് തന്നെയാ. ഈ കമ്പനികളൊക്കെ രാക്ഷസന്മാരാ. പുതിയ രക്തം ഊറ്റി കുടിക്കും. അവസാനം മാംസം തിന്ന് എല്ലുകൾ നക്കി വലിച്ചെറിയും. അതിനു മുമ്പ് രക്ഷപ്പെടാൻ നോക്കുപോലെ I am all right. ഞാൻ പോണു മോനെ. All right. ആ മനുഷ്യന്റെ, ആ പഴയ ബിസിനസ് എക്സിക്യൂട്ടീവിന്റെ വാക്കുകൾ എന്നെ ഭയപ്പെടുത്തുന്നു. ഈ കോമാളി വേഷം ഊരിയെറിഞ്ഞ് ജീവിതത്തിലേക്ക് രക്ഷപ്പെടാൻ എനിക്ക് കഴിയുമോ? അറിയില്ല, എനിക്കറിയില്ല. ഹലോ റിയ, നീ എവിടെ ഉണ്ട്? ഞാൻ നിന്റെ നഗരത്തിലുണ്ട്. ഒരു ഇന്റർവ്യൂ, പരിപാടി കഴിഞ്ഞു. ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞ ബീച്ചിനരികിലുള്ള ബസ് സ്റ്റോപ്പിൽ ബസ് എത്തി നിൽക്കാം. റിയ, ഞാനത് എത്തിക്കഴിഞ്ഞു, കാണാതെ പോകരുത്. ആ, നാടും നഗരവും കടന്ന് വെയിലും മഴയും കൊണ്ട് ഒരു കോമാളിയെപ്പോലെ ബൈക്കിൽ ഒഴുകി നടക്കുമ്പോൾ
ഒറ്റയ്ക്കാണെന്ന് തോന്നൽ എന്നെ വേദനിപ്പിക്കുന്ന റിയ. നിന്നെ കാണാൻ, നിന്റെ വാക്കുകൾ കേൾക്കാൻ വെറുതെ മോഹിക്കുകയായിരുന്നു ഞാൻ. നീ പോയപ്പോ ഞാനും ഒറ്റപ്പെട്ടു പോയി. നമ്മൾ കണ്ടുമുട്ടിയിരുന്ന സ്ഥലങ്ങളിൽ നിന്റെ സാന്നിധ്യമുള്ളതുപോലെ തോന്നി. വെറുതെ അവിടെ പോയിരുന്ന ആരോടൊന്നില്ലാതെ ഞാൻ സംസാരിക്കാറുണ്ട്. കല്യാണ ആലോചനകൾക്കും ഇന്റർവ്യൂകൾക്കും ഒരു രാക്ഷസനെ പോലെ എന്നെ വിഴുങ്ങുവാനിരിക്കുന്ന അടുക്കളയ്ക്കിടയിൽ എനിക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ലാതെ പോയി കിരൺ. എല്ലാ കോൺട്രാക്റ്റുകളും മറന്ന് ഇത്തിരി നേരത്തേക്കെങ്കിലും നമുക്ക് ജീവിക്കണം പ്രിയ. വരൂ റിയ, ഇത്തിരി നേരമെങ്കിലും നമുക്ക് പഴയതുപോലെ ഓടിച്ചാടി നടക്കാം. വാ. എന്താ അറ്റൻഡ് ചെയ്യാത്തത്? വേണ്ട, കമ്പനിയിൽ നിന്ന് നമ്മൾ മാത്രമുള്ള ഈ നിമിഷത്തിൽ കമ്പനിയും വേണ്ട, അവരുടെ ആജ്ഞകളും വേണ്ട. കിരൺ, എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? പ്രിയ, നിന്നെ കാണുമ്പോ മറ്റെല്ലാം ഞാൻ മറന്നു പോകുന്നു. എനിക്ക് നീയല്ലാതെ മറ്റാരുമില്ല. പ്രിയ, കമ്പനി നമ്മളെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ദേ പിറകിലുണ്ട്. സോറി മിസ്റ്റർ കിരൺ, താങ്കളെ മൊബൈൽ കിട്ടാത്തതുകൊണ്ട് പിറകെ വന്നതാണ്. നമ്മുടെ സോണിന്റെ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, പ്ലീസ് കം. സാർ, എന്റെ യൂണിഫോം? ഇറ്റ്സ് ഓക്കെ. കിരൺ, മിസ്റ്റർ കിരൺ, എനിക്ക് മനസ്സിലാകും നിങ്ങളുടെ ഫീലിങ്സ്. ഞാനും നിങ്ങളെപ്പോലെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം തന്നെയാണല്ലോ. വ്യക്തിബന്ധങ്ങൾ അറ്റുപോകുമ്പോഴുള്ള വേദന എന്താണെന്ന് ഞാനും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടേതൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. കമ്പനിക്ക് യാതൊരുവിധ ഫീലിങ്സും ഇല്ല. സോറി സാർ, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പക്ഷേ കമ്പനി യൂണിഫോം വലിച്ചെറിഞ്ഞ് വ്യക്തിജീവിതത്തിലേക്ക് നീങ്ങുന്നയാൾക്കുള്ള പണിഷ്മെൻ്റ് എന്താണെന്ന് കോൺട്രാക്റ്റിലെ 78-ാം പേജിലുള്ളത് താങ്കൾ ശ്രദ്ധിച്ചില്ല. കമ്പനി പരസ്യം മുദ്രണം ചെയ്യുന്നത് വസ്ത്രങ്ങളിൽ മാത്രമല്ല സുഹൃത്തെ. നിങ്ങൾക്കൊരിക്കലും ഊരിമാറ്റാനാകാത്ത ഒരു മാധ്യമത്തിൽ കമ്പനി പരസ്യം മുദ്രണം ചെയ്യുന്നു. യെസ്, ദാറ്റ്സ് എ പണിഷ്മെന്റ്.
ഭ്രാന്തൻ. സ്വന്തം ശരീരം ഒരു ബഹിരാഷ്ട്ര കുത്തക കമ്പനിയുടെ പരസ്യ പലകയാക്കാൻ നിങ്ങൾക്ക് നാണമില്ല ചെറുപ്പക്കാരാ? ക്യാമറ മാറ്റ്. ക്യാമറ മാറ്റാൻ. പറയൂ, നിങ്ങൾക്ക് ഇങ്ങനെ നടക്കാൻ നാണമില്ലേ? വഴിയെ പോകുന്നവൻ വിസർജിക്കുന്ന അടക്കം ക്യാമറയിലാക്കുന്ന നിങ്ങൾക്കില്ലാത്തതാണ് എനിക്കില്ല. ഒരു ഗതിയില്ലാതെ നായ്ക്കോലം കിട്ടുവാൻ വെറുതെ വിട്. ഒരു അപേക്ഷയാണ്. നിർത്ത് നിർത്ത്. മോനെ, എന്റെ മോനെ. ഗ്ലോബൽ വാച്ച് എന്റെ ജീവിതത്തിന്റെ ഗൈഡ്. ജീവിതം മടുത്താലോ എന്റെ മരണത്തിന്റെ ഗൈഡ്. മനസ്സിലായില്ലെന്നോ? തീയതിയും സമയവും പ്രോഗ്രാം ചെയ്തു വെച്ച് വെറുതെ ഇരുന്നാൽ മതി. ആ തീയതിയിൽ ആ സമയത്തിൽ നമ്മൾ ഡിം. ജീവിക്കാൻ പ്രയാസപ്പെടുന്ന നിങ്ങൾക്കും വേണ്ട ഒരു ആശ്രയം ഗ്ലോബൽ വാച്ച്. ജീവിക്കാനും മരിക്കാനും ഒരു വഴികാട്ടി. ഗ്ലോബൽ കമ്പനി കേരളത്തിൽ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു എന്ന പരസ്യവാചകം ഇതോടെ യാഥാർത്ഥ്യമാവുകയാണ്. ഫ്രണ്ട്സ്, എനി ഡൗട്ട്? ധൈര്യമായി പറഞ്ഞോളൂ. ഈ വാച്ച് ഉപയോഗിച്ച് സമൂഹത്തെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് തെറ്റല്ലേ സാർ? ഗുഡ് ക്വസ്റ്റ്യൻ. ബട്ട് വൺ തിങ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, സമൂഹത്തിൽ ചലനം സൃഷ്ടിക്കാൻ ഒരു പ്രോഡക്റ്റിന് കഴിഞ്ഞാൽ അത് വിജയിക്കും. വിജയിച്ചാൽ എല്ലാ തെറ്റുകളും ശരിയായി തീരുകയും ചെയ്യും. ദാറ്റ്സ് ഓൾ. എനിവേ, സ്റ്റാർട്ട് ഫ്രം ടുമോറോ ഇറ്റ്സെൽഫ്. ഗുഡ് ലക്ക്. കേരളത്തിലെ ആത്മഹത്യകൾ അതിഭീകരമാംവിധം വർദ്ധിച്ചിരിക്കുന്നു. ഇന്ന് മാത്രം ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം 4836. എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ് കൂടുതൽ പേർ ആത്മഹത്യ ചെയ്തത്. മൾട്ടിനാഷണൽ കമ്പനിയായ ഗ്ലോബൽ ഇന്റർനാഷണലിന്റെ വാച്ച് ഉപയോഗിച്ചാണ് 99% പേരും മരിച്ചത് എന്നതാണ് കൗതുകരമായ വസ്തുത. വാച്ച് വാങ്ങുന്നതിനായി രാവിലെ മുതൽ കമ്പനി ഷോറൂമുകൾക്ക് മുമ്പിൽ ജനം ക്യൂ നിൽക്കാൻ തുടങ്ങിയിരുന്നു. ക്യൂ ഇപ്പോഴും തുടരുകയാണ്. ഞങ്ങളുടെ ലേഖകൻ ഷിബു ഇപ്പോൾ ലൈനിലുണ്ട്. ഷിബു, ഗ്ലോബൽ വാച്ച് ഉപയോഗിച്ചാണ് ഏറെ പേരും ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. എന്നിട്ടും ജനം ഷോറൂമിന് മുമ്പിൽ ഇപ്പോഴും ക്യൂ നിൽക്കുകയാണ്. എന്താണ് സംഭവം? സംഗീത്, ഗ്ലോബൽ വാച്ച് കമ്പനി കേരളത്തിലുടനീളം ഒരു മരണത്തരംഗം തന്നെ സൃഷ്ടിക്കുകയാണ്. ഇതേക്കുറിച്ച് കൂടുതൽ വിവരം നൽകാൻ ഗ്ലോബൽ വാച്ച് കമ്പനിയുടെ കേരള ജനറൽ മാനേജർ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക്. സർ. നമസ്കാരം. ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആദ്യമേ ആഗ്രഹിക്കുന്നു. ഇന്ന് കേരളത്തിൽ ആത്മഹത്യ ചെയ്ത ഒരാളും ഗ്ലോബൽ കമ്പനി കാരണമല്ല ആത്മഹത്യ ചെയ്തത്. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പെൺവാണിഭം, ബ്ലേഡ്, പരീക്ഷാ തോൽവി, കുടുംബ പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ് മരണകാരണം. വേദനയില്ലാതെ മരിക്കാൻ സഹായിക്കുക എന്നത് മാത്രമാണ് ഗ്ലോബൽ വാച്ച് ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് ഒരു സാമൂഹ്യ സേവനമാണ്. താങ്ക് യു സർ. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാനിവിടെ 1 മണിക്കൂറായി ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട്. വെറുതെ ഒരു രസത്തിന് ഗ്ലോബൽ വാച്ച് വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ജീവിതം മടുത്ത സുഖകരമായി മരിക്കാമല്ലോ. ഗ്ലോബൽ വാച്ച് മാർക്കറ്റിലുണ്ടാക്കിയ ശക്തമായ ചലനങ്ങളുടെ വെളിച്ചത്തിൽ അതിനെ അനുകരിച്ച് നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ മൾട്ടിനാഷണൽ കമ്പനികൾ ഒരുങ്ങിക്കഴിഞ്ഞു. കേരളത്തിന്റെ ആത്മഹത്യാ വിപണി കടുത്ത മത്സരങ്ങൾ നേരിടാൻ പോവുകയാണ്. കൂടുതൽ വാർത്തകളുമായി നമുക്ക് തിരിച്ചു വരാം. ഒരിടവേള. ജീവിതത്തിൽ പഴഞ്ചനായ നിങ്ങൾക്ക് മരണത്തിലെങ്കിലും മോഡേൺ ആയിക്കൂടെ? കയറ്, വിഷം, വാച്ച് ഒക്കെ മറന്നേക്കൂ. A to Z പൊട്ടു വാങ്ങി നെറ്റിയിലൊട്ടിക്കൂ. പൊട്ടോ? മരണത്തിൽ മോഡേൺ ആവാൻ A to Z പൊട്ട്. എന്റെ മരണത്തിന്റെ രഹസ്യം A to Z പൊട്ട്. നിങ്ങൾക്കും ആഗ്രഹമില്ലേ മോഡേണായി മരിക്കാൻ? ആ കിരൺ, നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് ഇപ്പോൾ വളരെ ഡല്ല. ഇതാ എടുത്തോളൂ. സർ,
ടി വിയിൽ കൂടുതൽ ആഡ് വരുന്നുണ്ട്. അപ്പോഴേക്കും മാർക്കറ്റ് പിക്കപ്പ് ആയിക്കോളും. അതുവരെ കിരൺ, ഞാൻ ഈ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് കാലം കുറയായി. എനിക്കറിയില്ലേ മാർക്കറ്റിന്റെ ട്രെൻഡ്. 10 രൂപയ്ക്ക് A-to-Z കമ്പനിയുടെ സ്റ്റിക്കർ ലഭിക്കുമ്പോൾ 500 കൊടുത്ത് ആരാടും ഇത് വാങ്ങുക? നിങ്ങൾ ബേജാറാവണ്ട. അതുപോലത്തെ പൊട്ട അതിലും വില കുറച്ചിറക്കാൻ പറ കമ്പനിയോട്. ഞങ്ങൾ വിറ്റ് തരാം. റിയ, എന്തൊക്കെയുണ്ട്? ഒരു സന്തോഷ വാർത്ത. അന്നത്തെ ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വന്നു. എനിക്ക് ജോലി കിട്ടി. എനിക്ക് ചെലവ് ചെയ്യണം. തീർച്ചയായും. ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ വിളിക്കാം. ബൈ കിരൺ. സർ, കിരൺ, an urgent meeting at 4 o'clock today evening. സർ. സുഹൃത്തുക്കളെ, ലോകം മാറുന്നത് വളരെ വേഗമാണ്. ഇന്നലെ വരെ ഗ്ലോബൽ കമ്പനിയായിരുന്നു നമ്പർ 1. ഇന്നത് A-to-Z കമ്പനിയായി മാറിയിരിക്കുന്നു. ഭീകരമായ ഒരു തകർച്ചയിൽ നിന്ന് കമ്പനിയെ രക്ഷിക്കേണ്ടതിന് എന്തൊക്കെ ചെയ്യണം? വളരെ നിർണായകമായ ഒരു തീരുമാനമെടുക്കാനാണ് നമ്മൾ ഈ മീറ്റിംഗ് കൂടിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കമ്പനിക്ക് കടുത്ത ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. തീരുമാനം 1. നിങ്ങളുടെ ശമ്പളം 3/1 വെട്ടിച്ചുരുക്കുന്നു. സാർ, ആ ശമ്പളം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല സാർ. ശരി, അതൊഴിവാക്കാം. മറ്റൊരു പോംവഴി പറയാം. ഇപ്പോഴുള്ള ജീവനക്കാരിൽ 1/3 ഭാഗം പിരിഞ്ഞു പോകണം. ഇത് രണ്ടും ഞങ്ങൾ ഒഴിവാക്കും. പിരിച്ചുവിടുന്നില്ല, ശമ്പളം കുറയ്ക്കുന്നുമില്ല. ബട്ട് വൺ തിങ്, നിങ്ങൾക്ക് വേണ്ടി, കമ്പനിക്ക് വേണ്ടി ചിലതൊക്കെ തകർക്കാൻ നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണ്. എങ്കിൽ അല്പം ബ്രൂട്ടലായ ഒരേ ഒരു പോംവഴി മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. A-to-Z കമ്പനിയെ തകർക്കുക. തകർക്കുക എല്ലാ അർത്ഥത്തിലും. പരസ്യങ്ങൾ നശിപ്പിക്കുക, ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കുക, വേണ്ടി വന്നാൽ അവ പ്രചരിപ്പിക്കുന്ന A-to-Z കമ്പനിയുടെ എക്സിക്യൂട്ടീവുമാരെ കൊന്നുകളയുക. പേടിക്കണ്ട, നമ്മളാണിതിന്റെ പിന്നിലെന്ന് ഒരാൾ പോലും അറിയില്ല. കൃത്യമായി ശമ്പളം നൽകാത്തത് കാരണം കമ്പനിയോടുള്ള പ്രതിഷേധമെന്ന നിലയിൽ അവർ കൂട്ട ആത്മഹത്യ ചെയ്തതാണെന്നായിരിക്കും ഔദ്യോഗിക ഭാഷ്യം. അതിനുവേണ്ടി എത്ര മൂലധനമിറക്കാനും നമ്മുടെ കമ്പനി തയ്യാറാണ്. ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറായിക്കൊള്ളൂ. ഗുഡ് ബൈ. ഫിനിഷ്ഡ് സർ. ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുന്നു. ആ പരസ്യവാചകം ഒരിക്കൽ കൂടി സത്യമാവുന്നു. ഗ്ലോബൽ ഇന്റർനാഷണൽ കമ്പനി സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു. കിരൺ, റെഡിയായി നിന്നോ, ഒരു ഇര കൂടി വരുന്നുണ്ട്.
താൻ ഇനി അഴിച്ചു വെച്ചില്ലേടോ ഈ കൊമാളി വേഷം? കയ്യിൽ പ്ലാസ്റ്റിക് റോപ്പ്. എന്താ കൊല്ല നടക്ക? ഗുഡ് മോർണിംഗ് സാർ. I am KKK Iyer, business executive from... Goodbye, my dear friend. ഡിയർ ഫ്രണ്ട്സ്, ഇതൊരു സുന്ദര നിമിഷമാണ്. ഗ്ലോബൽ ഇന്റർനാഷണൽ കമ്പനിയും A2Z കമ്പനിയും ഒത്തുചേരുന്ന ഒരു ശുഭ മുഹൂർത്തമാണിന്ന്. ലെറ്റ് us enjoy this celebration. Cheers!